സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഒന്നാം റാങ്ക് അനുജ് അഗ്നിഹോത്രിക്ക്. മലയാളിയായ ശ്രുതി ആറിന് 18ാം റാങ്കും തിരുവനന്തപുരം സ്വദേശി അജയ് രാജിന് 109ാം റാങ്കും നേടിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശരത്തെ, എത്തരത്തിലാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് IAS, IPS അടക്കമുള്ള സിവിൽ സർവീസ് പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തെ ഒന്നാം റാങ്ക് അനൂജ് അഗ്നിഹോത്രിക്കാണ്. അതേപോലെ രണ്ടാം റാങ്ക് രാജേശ്വരി മോറേക്കാണ് 2ാം റാങ്ക്. അതേപോലെ ആസക് ഗള്ള് 3ാം റാങ്കുണ്ട്. അതേപോലെ മലയാളിയായ 18ാം റാങ്ക് ശ്രുതിയാറിന് ആദ്യത്തെ 20 റാങ്കുകളിൽ ഒന്ന് മലയാളിക്ക് ലഭിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതായത് IPS, IFS, IAS എന്നീ 3 കേഡർ പരീക്ഷകളിലേക്കുള്ള പ്രധാനപ്പെട്ട റാങ്കിംഗ് പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതേപോലെ തന്നെ ശ്രീജ GS 57ാമത്തെ റാങ്കാണ്. ശ്രീലക്ഷ്മി VC 133ാമത്തെ റാങ്കാണ്. ഗോപിക B 105ാമത്തെ റാങ്കാണ്. അജയ് രാജ് 109ാമത്തെ റാങ്കാണ്. ഇത്രയും മലയാളിയുടെ റാങ്കിംഗ് പട്ടികയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ റാങ്കിംഗ് പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 റാങ്കിൻ്റെ മുകളിലെത്തുക. അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശ്രീജ R. അതേപോലെ തന്നെ 60 റാങ്കിന് മുകളിൽ ഒരു മലയാളിയുണ്ട്. 57ാം റാങ്കുകാരി ശ്രീജ JS ആണ്. അതും 2 ശ്രീജമാർ. അതേപോലെ തന്നെ 105ഉം 109ഉം 133ഉം റാങ്കുകളിൽ യഥാക്രമം ഗോപിക B, അതേപോലെ അജയ് രാജ്, അതേപോലെ ശ്രീലക്ഷ്മി VC എന്നിവരും റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം ആകെ 979 ഒഴിവുകളാണ് UPSC ഇതിൽ IAS, IPS, IFS ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസുകളിൽ 979 ഒഴിവുകളാണുള്ളത്. ഏതായാലും മലയാളികൾക്ക് മികച്ച നേട്ടം നേടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും ഇല്ലെങ്കിലും 18ാം റാങ്ക് 20 റാങ്ക് പട്ടികയിൽ 20-നിടയിൽ 18ാം റാങ്കിൽ മലയാളി വിദ്യാർത്ഥിനി അല്ലെങ്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 133ാം റാങ്ക് അല്ലെങ്കിൽ 109ാം റാങ്ക്, അതേപോലെ തന്നെ 57ാം റാങ്ക് തുടങ്ങിയ റാങ്കിൽ പട്ടികയിലെയും മലയാളികളുണ്ട്. ഏതായാലും ഇക്കുറിയത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളികൾക്ക് മികച്ച വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം അറിയേണ്ട, കേരള സർക്കാർ ഇത് സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ ഈ UPSC വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. കേരള ഹൗസിൽ ഇൻ്റർവ്യൂവിൽ താമസമടക്കം ഡൽഹിയിലെ കേരള ഹൗസിൽ സൗജന്യമായി റൂം അനുവദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരെ കേരള സർക്കാർ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ഈ ആദ്യ 18ാം റാങ്ക് ലഭിച്ചിരിക്കുന്ന ശ്രുതി ആറിനെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ടോ? മാത്രമല്ല, ശ്രുതിക്ക് ശേഷം തൊട്ടു പിന്നാലെ 57ാം റാങ്ക് ശ്രീജ JSന് ലഭിക്കുന്നു. മാത്രമല്ല, മറ്റാരൊക്കെയാണ് ആദ്യ 100-നകത്ത് വന്നിരിക്കുന്നത്, ആദ്യ 200-നകത്ത് വന്നിരിക്കുന്നത്? ഒന്ന് തരം തിരിച്ചു പറയാമോ? പറയാൻ വളരെ പ്രധാനപ്പെട്ടത് ശ്രുതി R ആണ് 18ാം റാങ്കിൽ. കൂടുതൽ വിശദവിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് പിറകെ തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദവിവരങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ടത് 57ാം റാങ്ക് കയറിയ ശ്രീജ JS ആണ്. ശ്രീജ JSയെ കുറിച്ചും വിശദവിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏതായാലും അല്പ നിമിഷങ്ങൾ കൊണ്ട് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെയുള്ളത് 105ാമത്തെ റാങ്കാണ്. അത് ഗോപിക B 105, അതേപോലെ 109 അജയ് രാജ്, പിന്നെ 133 ശ്രീലക്ഷ്മി VC ആണ്. ഇതിലിപ്പോൾ നോക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ 150 റാങ്കുകൾക്കിടയിൽ ആദ്യം ഒരു എല്ലാം ലഭിച്ചിരിക്കുന്നത് വനിതകൾക്കാണ്, സ്ത്രീകൾക്കാണ്. അതിലൊരാൾ മാത്രമാണ് ആൺകുട്ടിയുള്ളത്, അജയ് രാജ്. ബാക്കി 4 പേരും, അതായത് 18ാം റാങ്കുകാരും 57ാം റാങ്കുകാരും അതുപോലെ 133ാമത്തെ റാങ്കുകാരും 105ാമത്തെ റാങ്കുകാരിയും വനിതകളാണ് എന്നതാണ് ഈ തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് മലയാളി വനിതകൾ മികച്ച നേട്ടം കൈവരിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ച 5 റാങ്ക് ലിസ്റ്റുകൾ 150-ന് മേലുള്ള 5 ഉൾപ്പെട്ട 5 പേരും, അതിൽ 4 പേര് വനിതകളാണ് എന്ന് എടുത്തു പറയാൻ നമ്മൾ ഏക വിദ്യാർത്ഥി അജയ് രാജ് മാത്രമാണ്. 150ാം റാങ്ക് ലഭിച്ച ആൺകുട്ടിയായിട്ടുള്ളത് അജയ് രാജ് മാത്രമാണ്. ബാക്കി ശ്രുതി ആയാലും ശരി, 18ാം റാങ്കുകാരി ശ്രുതി ആയാലും ശരി, അതേപോലെ തന്നെ 57 റാങ്ക് ശ്രീജ JS, അതേപോലെ തന്നെ ശ്രീലക്ഷ്മി VS, ഗോപിക B 105ാമത്തെ റാങ്കാണ് ഗോപിക Bക്ക്. ഇവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം 979 ഒഴിവുകളാണുള്ളത്.
അതുകൊണ്ട് തന്നെ ഇവരിൽ പലർക്കും തന്നെ ഇവർ IPS IAS അതുപോലെ IFS വരെ ലഭിക്കാനുള്ള സാധ്യത. ശ്രുതിയാറിന് IFS ലഭിക്കാനുള്ള ആദ്യത്തെ 20 പട്ടിക IFS ഇന്ത്യൻ വിദേശ സർവീസ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതേപോലെ തന്നെ 57 വരെയുള്ള എല്ലാ റാങ്കുകാർക്കും, അതായത് 100-ൽ മുകളിലെ റാങ്കുകാർക്ക് IAS ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് IPS സാധ്യതയുണ്ട്. ശരത്ത്, കൂടുതൽ വിശദമായ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് സ്വരത്തിലേക്ക് വീണ്ടും വരാം. ഏതാണെങ്കിലും മലയാളി തിളക്കം ഇത്തവണയും പതിവ് തെറ്റിക്കാതെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ റാങ്ക് വരുമ്പോൾ ഉണ്ട്. അതിൽ 18ാം റാങ്ക് എന്നുള്ളത് ആ തിളക്കത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. ശ്രുതി ആറിനാണ് 18ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൽ ശരത്ത് പറഞ്ഞതുപോലെ പെൺകുട്ടികൾ ഏറെയുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു ശരത്ത്. മാത്രമല്ല 109ാം റാങ്ക് അജയ് രാജും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിശദമായ വിവരങ്ങൾ വരുന്ന പുറകെ നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും വരാം.